ഇന്ന് രാവിലെ ആരംഭിച്ച തിരച്ചിലിനിടെയാണ് മീനാക്ഷി പാലത്തിനോട് ചേർന്ന് ഏകദേശം 200 മീറ്റർ അകലെയായി പുഴയുടെ വലതുകരയിൽ കുളത്തിൽ നിന്ന് വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തിയത്. സേനാ വിഭാഗങ്ങളും രക്ഷാപ്രവർത്തകരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. ദുരന്തം നടന്ന് 6ാമത്തെ ദിവസമാണ് ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയത്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സംയുക്ത തിരച്ചിലാണ് ഇന്ന് നടന്നത്. ദുരന്തമുണ്ടായപ്പോൾ മനുഷ്യ സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാനും അവസാനത്തെ ഭൗതിക ശരീരം കണ്ടെത്താനും സാധിച്ചത് ആശ്വാസകരമാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വേറെ ഒരു പരാതിയും ഇല്ലാത്തതുകൊണ്ട്, പ്രാദേശികമായിട്ടുള്ള ഒരു വിഷമകരമായ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. കനത്ത മഴയും പുഴയിലെ ശക്തമായ ഒഴുക്കും തിരച്ചിലിന് വെല്ലുവിളിയായിരുന്നുവെങ്കിലും കാണാതായവരെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമം തുടരുകയായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് മൃതദേഹം കണ്ടെത്തിയത്. തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏത് വിധത്തിൽ നീക്കം ചെയ്യുമെന്നതിന്റെ തീരുമാനം വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് ശേഷമായിരിക്കും. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഇന്നോ നാളെയോ ദുരന്ത സ്ഥലം സന്ദർശിക്കും. തുടർച്ചയായ 6ാം ദിവസത്തെ തിരച്ചിലിനൊടുവിൽ കാണാതായ അവസാനത്തെയാളെയും കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജർ വിക്രം റാണയെയാണ് ഇന്ന് കണ്ടെത്തിയത്. ഇനി നടത്താനുള്ളത് വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയാണ്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഫൈസ് നെടുമ്പാല, മീഡിയ 1, വയനാട്.